പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് രൂപാന്തരപ്പെട്ടവരെ മാത്രമേ കർത്താവ് തൻ്റെ വരവിൽ കൂട്ടിക്കൊണ്ടു പോകൂ എന്നുള്ളതിനെക്കുറിച്ചാണ്. രൂപാന്തരപ്പെട്ടവരെ മാത്രമേ കർത്താവ് തൻ്റെ വരവിൽ കൂട്ടിക്കൊണ്ടു പോവുകയുള്ളൂ. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു. സ്വർഗത്തിലെ പൗരത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സ്വർഗത്തിലെ പൗരത്വം. അപ്പോൾ ഒരു രക്ഷകനെ നമ്മൾ കാത്തിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് പൗരത്വം ഉണ്ടാകണം. ആ പൗരത്വം ഉണ്ടാകാൻ വേണ്ടി നാം എപ്രകാരം മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രൂപാന്തരപ്പെട്ടവരെ മാത്രമേ കർത്താവ് തൻ്റെ വരവിൽ കൂട്ടിക്കൊണ്ടു പോവുകയുള്ളൂ. കാരണം ഈ സ്വർഗത്തിലെ പൗരത്വമായിട്ട് ഇതിന് വളരെയേറെ ബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:20 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിന്തിച്ചൊരു വാക്കൊന്ന് വായിച്ചു പോവുകയാണ്. ദയവായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ സന്ദേശങ്ങളുടെ എല്ലാം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും കേൾക്കണം. എന്താ കാര്യം എന്നറിയാമോ? ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവവചനത്തിൻ്റെ ആഴപ്പെട്ട പ്രബോധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പലർക്കും. കാരണം വചനം കേട്ടിരിക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഇതൊരു വലിയ കുത്താണ്, ഒരു വാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെ തെറ്റുതിരുത്തലിനും വിശുദ്ധീകരണത്തിനും രൂപാന്തരപ്പെടുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനൊക്കെ ഉപകരിക്കുമെന്ന് വചനം പറയുമ്പോൾ നമുക്കൊരു പരിശീലനത്തിലൂടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലൂടെ ആഴപ്പെട്ട മേഖലകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇതൊന്നും ഇപ്പോൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ചിലർ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പറ്റും ചിലപ്പോൾ മർമ്മപ്രധാനമായ പല കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസരമാണ് ഈ ബെത്ലഹേം TV-യിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കണം, ചിന്തിക്കണം. ഇത് അവസാനം വരെ കേൾക്കണം. ഏതാണ്ട് 25 മിനിറ്റോളം സമയം മാത്രമേ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഒരുപാട് സന്ദേശങ്ങൾ കേൾക്കുന്നവരായിരിക്കാം. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ മേഖല ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം ദയവായിട്ട് സഹകരിക്കുക. അപ്പോൾ അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. 20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവ് യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഇനി അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു കർത്താവ്? സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ 2 രീതിയിലുള്ള രൂപാന്തരം ഭൂമിയിൽ വെച്ച് നമുക്ക് നടക്കും. രൂപാന്തരപ്പെട്ടാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ വെച്ചൊരു രൂപാന്തരം ഇല്ല. അപ്പോൾ 2 രീതി രൂപാന്തരം നടക്കും. ഒന്ന്, ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോഴുള്ള ഒരു രൂപാന്തരം. ആ സമയത്ത് രൂപാന്തരം ഉണ്ടാകും. ഇനി എടുക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു രൂപാന്തരമുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ചാൽ ഭൂമിയിൽ വെച്ച് തന്നെ നടക്കുന്ന ഒരു രൂപാന്തരം ഉണ്ട്. ആ രൂപാന്തരം കഴിഞ്ഞിട്ട് ഭൂമിയിൽ നിന്ന് പോകാൻ സമയത്ത് ഒരു രൂപാന്തരം കൂടെ സംഭവിക്കും. അപ്പോൾ 2 രൂപാന്തര മേഖലകൾ കണക്റ്റഡാണ്, നടക്കുന്ന ഒരു മേഖലയാണത്. അപ്പോൾ ഒന്നാമത്തെ രൂപാന്തര മേഖല എന്ന് പറയുന്നത് ഭൂമിയിൽ വെച്ചുള്ള രൂപാന്തരമാണ്. അത് നടന്നാൽ മാത്രമേ ഇവിടുന്ന് പോകുന്നതിന് തൊട്ടു മുമ്പ് രൂപാന്തരം നടക്കുകയുള്ളൂ. തൊട്ടു മുമ്പുള്ള രൂപാന്തരത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 1 കൊറിന്ത്യസ് 15:52 അവസാന കാഹളം മുഴങ്ങുമ്പോൾ, അവസാന കാഹളമാണേ, അവസാന കാഹളം മുഴങ്ങും, പിന്നെ ഒരു കാഹളമില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന അത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കണ്ടോ, വേഗത്തിൽ നമ്മൾ രൂപാന്തരപ്പെടും. അതിന് ബൈബിളൊരു വാക്ക് ഇങ്ങനെയുണ്ട്. 1 കൊറിന്ത്യസിൽ തന്നെയാണ് 15 പറഞ്ഞൊരു വാക്കാണ്. രക്തത്തിനും മാംസത്തിനും ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധ്യമല്ല. അപ്പോൾ രക്തവും മാംസവും അങ്ങനെയുള്ളതൊന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നില്ല. എന്നാൽ ബോഡി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രൂപാന്തരം ഇവിടെ വെച്ച് ആ സമയത്ത് സംഭവിക്കും. അപ്പോൾ അവിടെ പറയുകയാണ് കണ്ണ് വയ്ക്കുന്നത്ര വേഗത്തിൽ, എന്ന് വെച്ചാൽ കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ പെട്ടെന്ന് നാം രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുക. അപ്പം ഇവിടെ ഇരിക്കുന്നവരെല്ലാം രൂപാന്തരപ്പെടും. അപ്പം മരിച്ചവർക്ക് ഉയർപ്പിക്കപ്പെടൽ അതൊരു രൂപാന്തരമാണ്. എന്നാൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. ആ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അപ്പോൾ ആ രൂപാന്തരമാണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ രൂപാന്തരപ്പെടുന്ന ആരായിരിക്കും എന്ന് ചോദിച്ചാൽ, അവർ ഭൂമിയിൽ വെച്ചുള്ള ആദ്യത്തെ ഒരു രൂപാന്തരമുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നവീകരണം, മാനസാന്തരം എന്ന് പറയും.
അപ്പോൾ നമ്മൾ പലപ്പോഴും നവീകരണം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്, മാനസാന്തരം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ധ്യാനം കൂടുതൽ നവീകരിക്കാനാണ്, മാനസാന്തരപ്പെടാനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ആഴപ്പെട്ട നവീകരണം അവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു 10 കൽപ്പന പഠിച്ചു അല്ലെങ്കിൽ 10 കൽപ്പന പാലിച്ചും കൊണ്ട് ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒന്നല്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ മണിക്കൂറോളം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു വിശുദ്ധീകരണമുണ്ട്, അതല്ല. അങ്ങനെയൊക്കെ ഉള്ള കുറേ നമ്മുടേതായ തോന്നലുകളല്ല. ഇവിടെ കർത്താവ് തന്നെ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിപ്പിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ലെവലിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ ലെവലിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഒരു പുതിയ മനുഷ്യൻ. ഞാൻ ആ വാക്കൊക്കെ ഒന്ന് വായിക്കാം. ഇവിടെ കൊളോസ്യർക്കെഴുതിയ ലേഖനം 3:9 കേട്ട് മടുത്തതായിരിക്കാം. പഴയ മനുഷ്യന് അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. ഉണ്ടോ? പഴയ മനുഷ്യന്. ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, പണ്ടത്തെ എൻ്റെ സ്വഭാവം വരുന്നെങ്കിൽ കൊണ്ടല്ല, ഇപ്പം ഞാൻ നിന്നെ വെച്ചേക്കത്തില്ലായിരുന്നു, ഞാൻ കാണിച്ചു തരായിരുന്നു പണ്ടത്തെ എൻ്റെ സ്വഭാവം, എൻ്റെ പഴയ സ്വഭാവം. ഇപ്പം ഞാൻ പിന്നെ ധ്യാനമൊക്കെ കൂടിയത് കൊണ്ട്, വചനമൊക്കെ പറയുന്നത് കൊണ്ട്, സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ട് ഞാനങ്ങ് അടങ്ങിയ. എന്തടങ്ങാൻ? എൻ്റെ പഴയ മനുഷ്യൻ ഇപ്പോഴും കിടക്കുക. അവ വെറുപ്പുള്ള മനുഷ്യൻ, അസൂയുള്ള മനുഷ്യൻ, ക്രൂരതയുള്ള മനുഷ്യൻ, കരുണ കാണിക്കാത്ത മനുഷ്യൻ, ഇടയ്ക്കിടയ്ക്ക് എന്നിലേക്ക് കയറി വന്ന് എന്നെ പലപ്പോഴും പ്രകോപിപ്പിക്കുന്ന മനുഷ്യൻ. ഇങ്ങനൊരു പഴയ മനുഷ്യൻ എനിക്കുണ്ട്. ആ മനുഷ്യനായിരിക്കാം ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവിനെയൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളൊരു 40-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു 60-ാമത്തെ വയസ്സിൽ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭൂരിഭാഗ സമയവും പഴയ മനുഷ്യനായിരുന്നു. 20 വർഷക്കാലം മാത്രമേ നിങ്ങൾ ആത്മീയ ജീവിതം നയിച്ചിട്ടുള്ളൂ. 40 വർഷക്കാലം നിങ്ങൾ ലൗകികവും ഭൗമികവും ദൈവഹിതമല്ലാത്ത ജീവിതം നയിച്ചത്. കണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ മനുഷ്യനെ അവൻ്റെ പല രീതിയിലുള്ള സ്വഭാവത്തോടു കൂടെ തന്നെ എന്തു ചെയ്യണം? നിഷ്കാസനം ചെയ്യണം. പിന്നെയോ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. ജ്ഞാനം എങ്ങനെ ലഭിക്കുന്നത്? വചനപ്രകാരം നമ്മൾ വായിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 6-ാമത്തേത് വായിക്കുന്നുണ്ട്, വചനത്തോട് നീ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിനക്ക് ജ്ഞാനം ലഭിക്കും. ഞാനത് ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവവചനത്തോട് താല്പര്യം കാണിക്കുന്നവർക്ക് മാത്രമേ ദൈവജ്ഞാനം ലഭിക്കത്തുള്ളൂ. അപ്പോൾ വചനം കേൾക്കാൻ താല്പര്യമില്ല, വചനം അനുസരിക്കാൻ താല്പര്യമില്ല, വചനവുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാനിപ്പോഴും കത്തോലിക്കര പലരോടും ചിലപ്പോൾ ഈ പോട്ട ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് അറിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷകളെക്കുറിച്ച് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലെന്നേ. നമ്മൾ ചിന്തിച്ചു നോക്കി. ഇപ്പോൾ നമ്മൾ നിർബന്ധിക്കപ്പെടുകയല്ല, പിന്നെ വചനം പ്രഘോഷിക്കുന്ന ഒരു ധ്യാനകേന്ദ്രം ഒരുപാടുണ്ട്. ഞാൻ ഒരെണ്ണത്തിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ശുശ്രൂഷാ മേഖല നിരവധിയുണ്ട്. ഇതൊന്നും ആർക്കും അറിയത്തില്ല. എന്നിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. രോഗം വരുമ്പോഴോ കഷ്ടപ്പാട് വരുമ്പോഴോ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പം ഇവർ ഞാൻ അവിടുത്തെ ആളായിരുന്നു, ഇവിടുത്തെ ആളായിരുന്നു, എൻ്റെ മക്കൾ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ധ്യാനഗുരുക്കന്മാർ വരെ കുരുങ്ങി വീഴുവരെ മുമ്പിൽ. അതുകൊണ്ട് ചിലപ്പം നേരാമണ്ണ ഇവരെ കയ്യിരിപ്പ് എന്താണെന്നുള്ള പറഞ്ഞു കൊടുക്കത്തില്ല. ചിലയിടത്തുണ്ട് അങ്ങനെ. സ്തോത്ര കാഴ്ച കിട്ടാനും ദശാംശം കിട്ടാനും വേണ്ടി വിശുദ്ധീകരണ മേഖല പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം ഇയാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ആദായം മുട്ടുകളെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ട്. മുഖത്ത് നോക്കി കൃത്യമായിട്ട് ആ മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തെ വെളിപ്പെടുത്തി കൊടുത്ത് ആ മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റുവാൻ തക്കവിധമുള്ള ഒരു വിശുദ്ധനാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അല്ലാത്തവരാരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരല്ല. ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് നിഷ്കാസനം ചെയ്യണം, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ ധരിക്കണം. സ്രഷ്ടാവായ പിതാവായ ദൈവത്തെ ധരിക്കണം, യേശുവിനെ ധരിക്കണം, ക്രിസ്തുവിനെ പോലെ നീ ആയിത്തീരണം എന്നുള്ളതാണ്. അതാണ് രൂപാന്തരം, അതാണ് നവീകരണം. വീണ്ടും കൊണ്ട് എഫേസ്യസ് 4:22, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതം. വഞ്ചിക്കുക, വലിയ വഞ്ചന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അന്തിക്രിസ്തു വഞ്ചകനാണ്. അവൻ്റെ അരൂപി ഇന്ന്
ഒരുപാട് പേരെ, പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇന്ന് വഞ്ചനയുടെ ഒരു രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് പേരോട് നമുക്ക് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുപോലെ ക്രൂരമായ വഞ്ചന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഈ വഞ്ചന പിശാച് ഇളക്കി വിട്ടതാണ്. അവിടെ പറയുകയാണ്, നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും. ഈ പുതിയ മനുഷ്യൻ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. രൂപാന്തരം എന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. ക്രിസ്തുവിന് വിരുദ്ധമായ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിന് അനുകൂലമായ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ, പരിശുദ്ധിയിൽ നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് ഈ രൂപാന്തരപ്പെട്ടവർക്ക് മാത്രമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇവിടുന്ന് പോകാൻ പറ്റൂ. അപ്പോൾ പ്രാരംഭത്തിൽ നടക്കുന്ന രൂപാന്തരം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ മത്തായി സുവിശേഷത്തെ നമ്മൾ കാണുന്നുണ്ട്. 17-ാം അധ്യായം 1-ാം തിരുവചനം. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ഇതൊരു വലിയ അടയാളമായിരുന്നു. എന്താ? അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അപ്പോൾ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭൂമിയിലായിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നാം എല്ലാവരും രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞില്ല. ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരം ഉണ്ടാകും. അപ്പോൾ അവരുടെ മുഖവും അതുപോലെ ആകും. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. വെളിപാട് പുസ്തകം 1:14 അത് പറയുന്നുണ്ട്. അവൻ്റെ ശിരസ് മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് നിഗൂഢ സ്ഥലങ്ങൾ കാണുന്ന ദൈവം. അപ്പോൾ ഇവിടെ പറയുകയാണ്, നയനങ്ങൾ തീജ്വാല പോലെയാണ്, വെൺമഞ്ഞ് പോലെ വെൺകമ്പിളി പോലെയും മുടിയും ശിരസ്സും എല്ലാം. അവിടെ രൂപാന്തരപ്പെട്ടപ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്ന അവസ്ഥ തന്നെ വെളിപാട് പുസ്തകത്തിലും പറയുക. യോഹന്നാൻ കാണുന്ന ദർശനങ്ങളിൽ ഇപ്രകാരമുള്ള ക്രിസ്തുവിനെയാണ് കണ്ടത്. അപ്പോൾ അത് നമ്മളിനി വരാൻ പോകുന്ന, നമുക്കിനി ലഭിക്കാൻ പോകുന്ന, എന്ന് വെച്ചാൽ നവീകരിക്കപ്പെട്ട് ഭൂമിയിൽ പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യനെ ധരിച്ച് ജീവിതം മുന്നോട്ട് പോയി ഇവിടുന്ന് പോകാൻ വേണ്ടി, കർത്താവിന് രണ്ടാമത്തെ വരവിൽ ഇവിടുന്ന് എടുക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ടാകുന്ന അടുത്ത ഒരു രൂപാന്തരത്തെക്കുറിച്ചാണ് ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ആ രൂപാന്തരം നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പഴയ മനുഷ്യൻ പോകണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:16 നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഉപവാസത്തിലൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്താ? ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കും, പുറമേ നോക്കിയാൽ ക്ഷയിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആന്തരികമായിട്ടാണെങ്കിലോ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ടാണ് ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ സ്വയം വിശുദ്ധീകരണമാണ്. നാം സ്വയം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ തന്നെ ബാക്കി എല്ലാ മേഖലകളും ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ചിലർക്ക് ഉപവാസം എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. കാരണം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അവരെ പ്രിയപ്പെട്ട ആരെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പം അവർ തിന്നുന്നതിനെയും കുടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അവർക്കൊരു രോഗമോ ബുദ്ധിമുട്ടോ വന്നു കഴിയുമ്പോൾ, മറ്റേതെങ്കിലും ഒരു അവസ്ഥയിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ അവരതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ നോർമലായിട്ട് ജീവിക്കുന്ന സമയങ്ങളിൽ അതൊക്കെ എന്ന് വെച്ചാൽ നിർബന്ധിക്കപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ ഒന്നും കഴിക്കാതിരിക്കുന്നതാണ്. എന്നാൽ കർത്താവിന് വേണ്ടി സ്വയം അറിവോടുകൂടി ഒരു നേരത്തെ ഭക്ഷണം വേണ്ട, 2 നേരത്തെ ഭക്ഷണം വേണ്ട എന്ന് വയ്ക്കുകയും ആ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ചിലർക്കൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുക, ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നവീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ രണ്ടാം വരവിൽ സംഭവിക്കാൻ പോകുന്ന രൂപാന്തരം എന്ന് പറയുന്നത് ബാഹ്യ മനുഷ്യൻ. അതുകൊണ്ടാണ് ഈ അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴെല്ലാം ഒരു കാര്യം പിടികിട്ടും, അവർ കൊണ്ട് അടിക്കൊന്നും ഒരു കണക്കുമില്ല. അവർ ജീവിച്ച കാലഘട്ടങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്?
അവരെ പൗരത്വ സ്വർഗത്തിലായതുകൊണ്ട്, നിത്യത അവരെ ലക്ഷ്യമായതുകൊണ്ട്, അവരവിടേക്ക് പോകാൻ കാത്തിരിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നത് കൊണ്ട് അവർ മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ല. ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല അവർ. അങ്ങനെ പോകുന്ന വ്യക്തികൾ. അപ്പം ഇതിലേക്ക് നമ്മൾ കടന്നു വരണം. 2 കൊറിന്ത്യസ് 3:18 പറയുന്നുണ്ട്, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആദ്യത്തെ രൂപാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. ലോകം തരുന്ന സുഖം, ലോകം തരുന്ന സന്തോഷം, ലോകം തരുന്ന ആനന്ദം, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റുകൾ, ആഹ്ലാദത്തിൻ്റെ മേഖലകൾ എല്ലാം വേണ്ട 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 എന്ന് വെക്കാൻ തുടങ്ങും. ഞാൻ ചിലപ്പോൾ ചില കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ചോദിക്കും, അതൊക്കെ പാവമാണോ എന്ന് ചോദിക്കും. ഇപ്പോൾ സിനിമ കാണുന്ന എന്തിനാ പലരും പോയി? സീരിയൽ കാണുന്ന എന്തിനാ പലരും? ഒരു ആനന്ദം കിട്ടാൻ വേണ്ടി, ചുമ്മാ ഒന്നുമല്ല, ഒരു രസത്തിനാണെന്നാണ് പറയുന്നത്. എന്നാൽ രസത്തിനാന്ന് പറയുകയാണെങ്കിൽ അതിനകത്തൊരു രസമില്ല. എന്നേരം രസം എന്നൊരു വാക്ക് തന്നെ വന്നത് എന്തുകൊണ്ടാണ്? ഒരു ആനന്ദം തരുന്നതുകൊണ്ടല്ലേ. അപ്പം അതൊന്നും വേണ്ടാന്ന് വെച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സമയവും ആ സമ്പത്തും എല്ലാം ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകാൻ നമുക്ക് തീരുമാനമെടുക്കണം. ഞാൻ ആത്മീയമായ ഇപ്പം പാഷൻ ഓഫ് ക്രൈസ്റ്റ് അതുപോലത്തെ സിനിമകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിൻ്റെതായ എനിക്കൊരു ആനന്ദം തരുന്ന കാര്യം, എനിക്കൊരു സന്തോഷം തരുന്ന കാര്യം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, ഏതെങ്കിലും തീർത്ഥാടനങ്ങളോ അല്ലെങ്കിൽ വിനോദയാത്രയൊക്കെ പോകുന്ന മനുഷ്യരുണ്ട്. അതൊന്നും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പോകുമ്പോൾ അത് ഉണ്ടെങ്കിലേ എനിക്ക് ആനന്ദം കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിനല്ല. ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു, പ്രകൃതി കാണുമ്പോൾ നമ്മൾ കർത്താവിന് നന്ദി പറയണം. കാരണം എന്താ? ഓരോ പുല്ലിനും പറയാനുണ്ട്, ഓരോ ചെടിക്കും പറയാനുണ്ട്, ഒരു പുഴുവിന് പോലും പറയാനുണ്ട്. അതിൻ്റെ ആ സ്ട്രക്ചർ, അതിൻ്റെ ആ ഓരോ വരകൾ, അതിൻ്റെ രോമത്തിന് പോലും ഒരു മനോഹാരിത നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൃഷ്ടാവായ ദൈവം ഈ ഭൂമി മനുഷ്യന് തന്നിരിക്കുന്നതാണ്. പക്ഷേ അവൻ ആനന്ദം കണ്ടെത്തേണ്ടത്, അവൻ സന്തോഷം കണ്ടെത്തേണ്ടത് ക്രിസ്തുവിലാണ്. അല്ലാതെ ഒരു വസ്തുവകകളിലല്ല, ഒരു ജീവിയിലല്ല. മനുഷ്യനേക്കാൾ അധികം മൃഗങ്ങളെ സ്നേഹിക്കുന്നു, വസ്തുവകളെ സ്നേഹിക്കുന്നു, പലതിനെ സ്നേഹിക്കുന്നു. അവസാനം ക്രിസ്തുവിനെ സ്നേഹിക്കാൻ അവൻ മറന്നുപോയി. ക്രിസ്തുമായിട്ടുള്ള ബന്ധവും വിട്ടു. അങ്ങനെ അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു രൂപാന്തരം നമുക്ക് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സകലതും നവീകരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവ് നമ്മളെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ പഴയ മനുഷ്യനെ എടുത്തുമാറ്റി പുതിയ മനുഷ്യനെ നവീകരിച്ച് രൂപാന്തരപ്പെടുത്തി രണ്ടാമത്തെ വരവിൽ നമ്മളെല്ലാവരും മരിച്ചുയർക്കുകയും അല്ലാത്തവരെല്ലാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. കാഹളം മുഴങ്ങുമ്പോൾ രൂപാന്തരപ്പെട്ടവരെല്ലാം ഇവിടെ നിന്ന് കർത്താവിൻ്റെ കൂടെ അങ്ങ് എടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള നാളുകൾ രൂപാന്തരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും നാളുകളാണ്. ഇനി നമുക്ക് പാപവും ചെയ്ത് സുഖിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ഏതെങ്കിലും ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ പങ്കെടുത്ത് സമയം കളയാൻ നേരമില്ല. നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള സമയമേ ഉള്ളൂ. നമുക്ക് ഈശോയെക്കുറിച്ച് പറയാനുള്ള സമയമേ ഉള്ളൂ, കൊടുക്കാനുള്ള സമയമേ ഉള്ളൂ. സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന. കാരണം നമുക്ക് നടക്കാൻ കാലുകളുണ്ട്, പ്രവർത്തിക്കാൻ കൈകളുണ്ട്, കാഴ്ചയുണ്ട്, എല്ലാ സംവിധാനവും നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ ദൈവരാജ്യ പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാനും കാണുന്നവരോടൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് പറയാനും, കർത്താവ് വന്നത് മനുഷ്യകുലത്തെ രക്ഷിക്കാനാണ്, നിങ്ങളെ രക്ഷിക്കും, ഇനി അവൻ വരാൻ പോകുന്നു, വന്ന് ഈ ഭൂമിയിൽ അവൻ രക്ഷ തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയം സമാഗതമായെന്ന് പങ്കുവയ്ക്കാനുള്ള സമയമാണ് പ്രിയമുള്ളവരെ ഇനിയുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ കളയാതെ നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവെ എന്നെ ഒന്ന് നവീകരിക്കണമേ, എൻ്റെ തെറ്റുകളും കുറവുകളും കാണിച്ചു തരണമേ, പഴയ മനുഷ്യനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റി അങ്ങാകുന്ന പുതിയ മനുഷ്യനെ ധരിപ്പിച്ച് വീണ്ടും കർത്താവെ രണ്ടാമത്തെ ആഗമനത്തിൽ എന്നെ വീണ്ടും രൂപാന്തരപ്പെടുത്തി അങ്ങയുടെ പക്കൽ എത്തിക്കണമേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, മറ്റുള്ളവരെ ഒരുക്കാം, മറ്റുള്ളവരെല്ലാം നമുക്ക് പറയാം യേശുവാണ് ഏകരക്ഷകനെന്നും ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്നും കർത്താവിന് രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നും പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടുന്ന ശുശ്രൂഷകൾ ലോകത്തിലെല്ലായിടത്തും ഒരുക്കപ്പെടട്ടെ. അങ്ങനെ നിരവധി പേർ ക്രിസ്തുവിനെ അറിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ കർത്താവേ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഞങ്ങളുള്ള പഴയ മനുഷ്യനെ എടുത്തു മാറ്റണമേ. ഈ കാലഘട്ടങ്ങൾ പിശാച് വഞ്ചനയോടുകൂടി പഴയ മനുഷ്യനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വ്യാജപ്രവാചകന്മാരും മൃഗവുമൊക്കെ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ, അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ പരിശുദ്ധി ഞങ്ങളിലും പകർത്തി അങ്ങ് പരിശുദ്ധനായിരുന്നതുപോലെ ഞങ്ങളും പരിശുദ്ധരാകാൻ സ്വർഗീയ അപ്പ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. കർത്താവായ യേശുവെ, അനുതാപം നഷ്ടപ്പെട്ട ഈ ഭൂമിയിൽ അനുതപിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെട്ട് ചെയ്തു കൂട്ടിയ പ്രവർത്തികളെ ഓർത്ത് അനുതപിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുള്ള എല്ലാ പാപത്തെയും ഒന്നുപോലും ഒഴിവില്ലാതെ സകല പാപങ്ങളെയും തിരത്വം കൊണ്ട് കഴുകി അങ്ങാകുന്ന പുതിയ മനുഷ്യനെ ധരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും എല്ലാം ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ആത്മാവെ, ഞങ്ങളിലുള്ള പാപത്തെ ബോധ്യപ്പെടുത്തുകയും നീതിയുടെ വഴി എങ്ങനെയാണെന്നും നീതി എന്താണെന്ന് പഠിപ്പിക്കുകയും ന്യായവിധിയിലേക്ക് പോകാൻ നിൽക്കുന്ന ഞങ്ങളുടെ ആത്മാക്കളെ മോചിപ്പിക്കാൻ തക്കവിധം ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധമേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖാൽ ഗബ്രിയേൽ അബേൽദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം ബെത്ലഹേം TV-യിലൂടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെല്ലാം നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി സന്തോഷത്തോടെ സ്നേഹത്തോടെ കാത്തിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.